ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം AFF ഈ ഒരു കാര്യം ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിരുന്നു. ഫാൻ കോഡാണ് സ്ട്രീമിംഗ് റൈറ്റ് വാങ്ങിച്ചെടുത്തത്. 8 കോടി രൂപയ്ക്കാണ് ഫാൻ കോഡ് ബിഡ് ചെയ്ത് റൈറ്റ് സ്വന്തമാക്കിയത്. ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണാനായിട്ട് ഫാൻ കോഡ് ആപ്പിൽ കൂടി ആയിരിക്കും. അതോടൊപ്പം TV റൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇതുവരെയും ഒരു കൺഫർമേഷൻ വരാത്തത്. സോണി സ്പോർട്സിൻ്റെ പേരുകൾ കേൾക്കുന്നുണ്ട്. കാരണം ഫാൻ കോഡും സോണിയും തമ്മിൽ അത്യാവശ്യം നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ TV ISL ഇത്തവണ സോണിയിലായിരിക്കും സംപ്രേഷണം എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ DD സ്പോർട്സിൽ ISL സംപ്രേഷണം ഫ്രീ ആയിട്ടുണ്ടാകുമെന്നുള്ളതും നേരത്തെ കേട്ടിരുന്നു. സോ അങ്ങനെയും നമുക്ക് ഇത്തവണ ISL TV കാണാൻ സാധിക്കും. എന്ത് തന്നെയാൽ ഫാൻ കോഡ് ആപ്പ് വഴി നമുക്ക് ISL കാണാൻ സാധിക്കുന്നതാണ്. ബട്ട് ഫാൻ കോഡ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീ കാണും. ജിയോ ഹോട്ട്സ്റ്റാർ ഒക്കെ കൊടുത്തതുപോലെ ഫ്രീ ആയിട്ട് ഇത്തവണ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ മലയാളം കമൻട്രിയുടെ കാര്യത്തിലും ആശങ്കകളുണ്ട്. ബിക്കോസ് ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. ISL പോലും വളരെ ഗതികെട്ട അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ റീജിയണൽ ലാംഗ്വേജസിൻ്റെ കമൻട്രി ഉണ്ടാകാനും ഇത്തവണ സാധ്യതകളില്ല എന്നുള്ളതാണ്. ഇനി ഗൈസ്, അതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പായി